സോഷ്യൽ മീഡിയയിൽ പലതരം ചലഞ്ചുകളും നാം കാണാറുണ്ട്. ലാലേട്ടൻ ഈ വീഡിയോയിൽ കമന്റ് ചെയ്താലേ കുളിക്കൂ എന്ന് പറയുന്നവർ പോലും വാർത്തകളിൽ നിറയുന്ന കാലമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയെക്കുറിച്ചും ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത കാലത്ത് ഘടാഘടിയന്മാരായ പുരുഷ കേസരികളെ നോക്കി വെല്ലുവിളിച്ച ഒരു വനിതയുണ്ട്. ചെറിയ ചലഞ്ചൊന്നും ആയിരുന്നില്ല അത്. എന്നെ നിങ്ങൾ ഒരിക്കലെങ്കിലും മലർത്തിയടിക്കൂ, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാം എന്നായിരുന്നു ആ യുവതി മല്ലന്മാരായ പുരുഷന്മാരുടെ കണ്ണിൽ നോക്കി നടത്തിയ വെല്ലുവിളി. ഹമീദ ബാനു എന്ന യുവതിയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് പോയി വരാം. ഇന്ത്യൻ ഗുസ്തിയിലെ ആദ്യ വനിതയാണ് ഹമീദ ബാനു. 1900 ഉത്തർപ്രദേശിലെ അലിഗഡിൽ ജനിച്ച ഹമീദ ബാനുവിന്റെ ജീവിതം ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഏതൊരാളിനു മുന്നിലും പതറാതെ നിൽക്കാനും പോരിന് വെല്ലുവിളിക്കാനും ധൈര്യവും കരുത്തുമുള്ളവളായിരുന്നു ഹമീദ ബാനു. തൻ്റെ 40കൾക്ക് ശേഷം മാത്രം ഗുസ്തി മേഖലയിലേക്ക് എത്തിയ ഹമീദ ബാനു അക്കാലത്തെ സകലമാന ഗുസ്തിക്കാരെയും അടിയറവ് പറയിച്ചിട്ടുണ്ട്. അലിഗഡിലെ ഗുസ്തി പാരമ്പര്യമുള്ള കുടുംബത്തിലായിരുന്നു ഹമീദയുടെ ജനനം. എങ്കിലും അക്കാലത്തെ സ്ത്രീകൾ ആ മേഖലയിൽ കാഴ്ചക്കാരുടെ റോൾ പോലും ഇല്ലായിരുന്നു. എന്നാൽ കുടുംബത്തിലെ പുരുഷ ഗുസ്തിക്കാർക്കൊപ്പം പരിശീലനത്തിൽ ഹമീദയും ചേർന്നു. അങ്ങനെ പുരുഷന്മാരായ സഹഗുസ്തിക്കാർക്കൊപ്പം പരിശീലിച്ച് വളർന്ന ഹമീദ ഏതൊരാളെയും മലർത്തിയടിക്കാൻ ശേഷിയുള്ളവളായി അതിവേഗം മാറി. അക്കാലത്ത് മറ്റു രാജ്യങ്ങളിൽ വനിതാ ഗുസ്തി താരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയിൽ ഹമീദയ്ക്ക് എതിരാളികൾ പുരുഷന്മാർ തന്നെയായിരുന്നു. 1954 ഫെബ്രുവരിയിൽ ഹമീദ ബാനു പ്രഖ്യാപിച്ച ഒരു ചലഞ്ചാണ് അവരെ കൂടുതൽ പ്രശസ്തയാക്കിയത്. ഒരു തവണയെങ്കിലും എന്നെ പരാജയപ്പെടുത്തൂ, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാം. ഈ ചലഞ്ചിന് പിന്നാലെ ബാനുവുമായി ആദ്യം മത്സരിക്കാനെത്തിയത് 2 പുരുഷന്മാരായിരുന്നു. ഒരാൾ പഞ്ചാബിലെ പട്യാലയിൽ നിന്നും മറ്റൊരാൾ കൊൽക്കത്തയിൽ നിന്നും. 2 പേരും ബാനുവിന്റെ കരുത്തിനു മുൻപിൽ അടിയറവ് പറഞ്ഞു. അടുത്ത മത്സരം ഗുജറാത്തിലായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ അന്ന് എതിർ മത്സരാർത്ഥി ഭയം മൂലം പിന്മാറി. അടുത്ത മത്സരം അക്കാലത്തെ പ്രശസ്ത ഗുസ്തി താരമായിരുന്ന ബാബ പഹൽമാനുമായിട്ടായിരുന്നു. 1 മിനിറ്റും 34 സെക്കൻഡും കൊണ്ട് ബാബയെയും ഹമീദ ബാനു അടിയറവ് പറയിപ്പിച്ചു. ഈ മത്സരത്തിലെ തോൽവിക്ക് പിന്നാലെ ബാബ പ്രൊഫഷണൽ ഗുസ്തിയിൽ നിന്ന് വിരമിച്ചു. അതിനിടെ ഹമീദയുടെ പ്രശസ്തി അന്താരാഷ്ട്ര തലത്തിലുമെത്തി. 1954 അക്കാലത്തെ പ്രശസ്ത അന്താരാഷ്ട്ര ഗുസ്തിക്കാരിയായിരുന്ന റഷ്യക്കാരി വേര കിസ്റ്റലിനെ വെറും 2 മിനിറ്റ് കൊണ്ട് തോൽപ്പിച്ചതോടെയാണ് ഹമീദ ലോക ശ്രദ്ധയാകർഷിക്കുന്നത്. റഷ്യയുടെ പെൺകരടി എന്നായിരുന്നു വേര അറിയപ്പെട്ടിരുന്നത്. ഈ സംഭവം വാർത്താ തലകെട്ടുകളിൽ നിറഞ്ഞതോടെ ആമസോൺ ഓഫ് അലിഗഡ് എന്ന പേരിൽ ഹമീദ പ്രശസ്തിയായി. അവരുടെ ഭക്ഷണരീതി, പരിശീലനം, അവർ ജയിച്ച മത്സരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ ആഗോള മാധ്യമങ്ങളിൽ നിറഞ്ഞു. മുംബൈയിൽ നടന്ന മത്സരത്തിൽ റഷ്യൻ താരം വേരയെ പരാജയപ്പെടുത്തിയതിനു പിന്നാലെ ഹമീദ യൂറോപ്യൻ പര്യടനം പ്രഖ്യാപിച്ചു. യൂറോപ്പിൽ ചെന്ന് പ്രമുഖ ഗുസ്തിക്കാരുമായി ഏറ്റുമുട്ടി വിജയം നേടുക എന്നതാണ് ഹമീദയുടെ സ്വപ്നവും ലക്ഷ്യവുമായിരുന്നു. എന്നാൽ കോച്ച് സലാം പഹൽവാൻ ബാനുവിന് ഈ നീക്കത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പരിശീലകൻ ഹമീദയെ മർദ്ദിക്കുകയും ചെയ്തെന്ന് അവരുടെ അയൽക്കാർ പിന്നീട് വെളിപ്പെടുത്തി. കാലിന് സാരമായി പരിക്കേറ്റ അവർ പിന്നീട് ഗോദയിലേക്ക് ഇറങ്ങിയില്ല. എന്നാൽ ഹമീദ ബാനു പരിശീലകനായ സലാം പഹൽവാനെ വിവാഹം ചെയ്തെന്നും സലാമിന്റെ മകളായ സഹായ പിന്നീട് വെളിപ്പെടുത്തി. എന്നാൽ ഈ വിവാഹ വാർത്ത തള്ളിക്കളയുകയാണ് ഹമീദ ബാനുവിന്റെ പേരമകനായ മിസ്റ്റർ ഷെയ്ഖ് ചെയ്തത്. പരിശീലകനൊപ്പം താമസിച്ചിരുന്നുവെങ്കിലും ഇരുവരും വിവാഹിതരായിട്ടില്ല എന്നാണ് ഷെയ്ഖിന്റെ വാദം. ഹമീദ അവസാന കാലത്ത് ഈ പേരമകനൊപ്പമാണ് താമസിച്ചിരുന്നത്. ജീവിതത്തിന്റെ അവസാന കാലത്ത് വഴിയോര കച്ചവടത്തിലൂടെയാണ് അവർ ജീവിക്കാനുള്ള കാശ് കണ്ടെത്തിയിരുന്നത്. വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ വഴിയോരത്ത് വിൽപ്പന നടത്തിയാണ് അവർ അവസാന കാലത്ത് ജീവിച്ചത്.